സുഹൃത്തുക്കളെ നമസ്കാരം. വിരാടം വിനോദത്തിൻ്റെ ബാപ്പാം ലെറ്റ്സ് ഗോ ധനുഷ്കോടി പാർട്ട് 2ലേക്ക് സ്വാഗതം. തേനിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ തേനി NH തന്നെ ഇതാ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. പക്ഷേ അവിടെ ടോൾ പിരിവ് തുടങ്ങിയിട്ടില്ല. ഇനി നിർത്തിയതാണോ എന്നറിയില്ല. സൈഡിൽ നമുക്ക് നല്ല പരന്ന് കിടക്കുന്ന പാടശേഖരങ്ങൾ പോലെ കാണാം. വെള്ളമൊക്കെ അവിടെ കിടക്കാൻ എനിക്ക് തോന്നുന്നു മുല്ലപ്പെരിയാറിൽ നിന്നൊക്കെ വരുന്ന വെള്ളമൊക്കെ ആയിരിക്കണം. അതുമൊക്കെ കണ്ട് ഞങ്ങൾ ഇതാ തേനി മെഡിക്കൽ കോളേജാണ് ഈ സൈഡിൽ കാണുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിതുപോലെ ഒരു ടെമ്പോ ട്രാവലിൽ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയും കുറേ പേരെ ഈ തേനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് യാത്ര തുടരുന്നത്. അങ്ങനെ ഞങ്ങൾ ആണ്ടിപ്പെട്ടിയിലെത്തി. ആണ്ടിപ്പെട്ടിയിൽ വന്നപ്പോൾ നമ്മുടെ രാജൻ സാറ് ആണ്ടിപ്പെട്ടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയുണ്ടായി. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആണ്ടിപ്പെട്ടി ഇവിടെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര ചെയ്യാണ്. ദിനേന്ദ്രൻ സാറ് ഭക്ഷണത്തിന് ക്ഷീണം കൊണ്ടാണെന്ന് ഉറങ്ങിക്കഴിഞ്ഞു. രാജൻ സാർ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സൈഡിലേക്കൊക്കെ നോക്കിയിരിക്കുന്നു. ശിവദാസ് സാറ് വണ്ടി ഓടിക്കുന്നു. ആണ്ടിപ്പെട്ടി ടൗൺ ആണ് ഈ കാണുന്നത്. തമിഴ്നാട്ടിൽ നമ്മൾ കാണാനുള്ള പോലെ ലൂണയിൽ ഇതാ കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്നത് അദ്ദേഹം തക്കാളി കച്ചവടം. അങ്ങനെ ആണ്ടിപ്പെട്ടി ടൗണിലൂടെ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആണ്ടിപ്പെട്ടി ടൗണിലൂടെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. NH 85 തന്നെയാണിത്. സ്ഥിരം തമിഴ്നാട് യാത്രകളിൽ കാണുന്നത് പോലെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അങ്ങനെ NH 85 ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ മലനിരകളൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഒരുതരം വരണ്ട മലനിരകളാണ്. മധുര വഴിക്ക് പോയിട്ടുള്ളവർക്ക് കണ്ടിട്ടുണ്ടായിരിക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ. അധികം വെള്ളം ഇല്ലാത്ത അല്ലെങ്കിൽ മഴക്കാലം അല്ലാത്തത് കൊണ്ടുള്ള ഒരു ലുക്കാണ് ഇവിടെയുള്ളത്. ഒരു റെയിൽവേ ക്രോസിലെത്തി. ഇനി നമ്മൾ ചെന്ന് കയറുന്നത് ഉസിലാംപെട്ടിയിലേക്കാണ്. വീണ്ടും ഒരു വനപ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ കെട്ടിടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഈ വാളൻപുളിയുടെ തണലിലൂടെ അങ്ങനെ ഉസിലാംപെട്ടി ടൗണിലേക്ക് എത്തി. ഉസിലാംപെട്ടിയിൽ പോയി വട്ടം കറങ്ങിപ്പോയപ്പോ ഉസിലാംപെട്ടി പെൺകുട്ടി മുത്തുപ്പേച്ച് ഒന്നുസറുക്കാകെ എൻ കഴുത്ത് കുടുങ്ങിപ്പോച്ച് പായ വിരിച്ച് പായയിലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റങ്ങളമാരു പൊന്നോ കാതുകുത്താൻ എപ്പ വരും നിന്നങ്ങളമാരു പൊന്നോ കുന്നത്തങ്ങാടി ഷാപ്പിലും കയറി പള്ള നിറച്ച് കള്ളും മോന്തി നെൽ കാതുകുത്താൻ എപ്പ വരും നിന്റങ്ങളമാരു പൊന്നോ നെല്ലു കുത്താൻ എപ്പ വരും നിന്നങ്ങളമാരു പൊന്നോ ആ ഏ ഓ ആ ഏ ഓ കൈയടിക്കാം ഒരു കൈയടി. ഞാൻ തന്നെ അടിക്കണം. അങ്ങനെയല്ല, പക്ഷെ വേറെ കേട്ടാ ഞാനേ ഒരു കൈയടി പ്ലീസ്. ഈ പാട്ടിൻ്റെ ഒറിജിനൽ കേട്ട് പിന്നീടുള്ള യാത്ര അങ്ങനെ നമ്മൾ ഉസിലാംപെട്ടിയൊക്കെ കഴിഞ്ഞു മധുരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിന്നമ്മാവന്മാര് പൊന്നു ആ ഓ
അങ്ങനെ നമ്മൾ മധുര ടൗണിലേക്ക്, മധുര സിറ്റിയിലേക്ക് എന്ന് പറയാം. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സിറ്റികളിലൊന്നും തമിഴ്നാടിൻ്റെ സാംസ്കാരിക കേന്ദ്രമാണ് മധുര സിറ്റിയിലെത്തും. അപ്പം മധുര വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം കാണേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ മധുര മീനാക്ഷി അമ്മൻ കോവിലാണ്. അപ്പോൾ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൻ്റെ പരിസരത്തു നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ മീനാക്ഷി അമ്മൻ കോവിലിലേക്ക് എത്തി. 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. പക്ഷേ ഓട്ടോക്കാരന് 100 രൂപ ചാർജൊക്കെ ചെയ്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഇത് കാണുന്നത് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരമാണ്. നമ്മൾ വടക്കേ ഗോപുരത്തിലെ സൈഡിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഗോപുരത്തിൻ്റെയൊക്കെ മെയിൻ്റനൻസ് നടക്കേണ്ട, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം അകത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല. അതിന് സമയം ഒരു ഇതായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ധനുഷ്കോടി ആയതുകൊണ്ടും. എന്നാലും മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം 14 ഗോപുരങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. ഏതാണ്ട് 2000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് ചരിത്ര രേഖകൾ. മക്കളില്ലായിരുന്ന പാണ്ഡ്യരാജാവായിരുന്ന മലയധ്വജ പാണ്ഡ്യൻ്റെ മകളായിട്ട് പാർവതി മീനാക്ഷി ജനിക്കുകയും അദ്ദേഹത്തെ ശിവൻ്റെ രൂപമെന്ന് കരുതപ്പെടുന്ന സുന്ദരേശ്വർ കല്യാണം കഴിക്കുകയും ചെയ്തു. ആ കല്യാണ ദിവസം ഇവിടുത്തെ വലിയ ആഘോഷമാണ്. അതിന് ചിത്തിര ആഘോഷം എന്നാണ് പറയപ്പെടുന്നത്. 14 ഗോപുരങ്ങളാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. അതിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം എന്ന് പറഞ്ഞാൽ തെക്കേ ഗോപുരമാണ്. ആയിരക്കണക്കിന് വർണ്ണങ്ങളിൽ ഉള്ള ഒരുപാട് കൊത്തുപണികൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പക്ഷേ ഇപ്പോഴതിൻ്റെ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ഗോപുരങ്ങളും തന്നെ ഇതുപോലെ ഇത് കണ്ടോ മറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് തെക്കേ ഗോപുരമാണ്. ഇത് ഏറ്റവും ഉയരമുള്ള തെക്കേ ഗോപുരമാണ് ഈ കണ്ടത്. 2000 വർഷത്തോളം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിനെന്ന് പറഞ്ഞല്ലോ. എന്നാലും 1310 അലാവുദ്ദീൻ ഖിൽജിയുടെ പട്ടാള ജനറലായിരുന്ന മാലിക് കഫൂർ ഈ ക്ഷേത്രത്തെ ആക്രമിച്ച് കൊള്ളയടിച്ച് നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം വിജയനഗര സാമ്രാജ്യവും പിന്നീട് വന്ന നായിക്ക് രാജാക്കന്മാരിൽ തിരുമലൈ നായക്കരാണിത് ഈ ക്ഷേത്രത്തെ പുനർനിർമ്മിച്ച് ഇന്നത്തെ ഈ രീതിയിൽ ആക്കിയത് എന്ന് പറയപ്പെടുന്നു. ഇതവിടെ ചുറ്റുവട്ടം പുതിയ വിളക്കുകളൊക്കെ സ്ഥാപിക്കാനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഗോപുരങ്ങളും ഇതുപോലെ തന്നെ മൂടിയിട്ടിരിക്കുകയാണ്. ചുറ്റുവട്ടം മുഴുവൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് ക്ഷേത്ര നഗരമാണല്ലോ മധുര. അപ്പോൾ ഇതിന് ചുറ്റുവട്ടം തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് സമയം നമ്മൾക്ക് ഇത് ചിലവഴിക്കാനുണ്ട്. ഇത് ഈ സൈഡിൽ കാണുന്നതൊക്കെ ആൾക്കാർക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറി പോകാനുള്ള ക്യൂവിനുള്ള മണ്ഡപങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുകയാണ്. ദിനേന്ദ്രൻ സാർ എന്തോ കണ്ട് ക്യൂരിയസായി. ഇത് ആ ക്ഷേത്രത്തിൻ്റെ ഒരു കിഴക്കേ ഗോപുരത്തിനടുത്ത് കാണുന്ന മറ്റൊരു എതിർവശത്ത് കാണുന്ന മറ്റൊരു കെട്ടിടമാണ്. ഇതുപോലെ ഒരുപാട് കെട്ടിടങ്ങൾ. ഇതൊരു ശിവക്ഷേത്രമാണെന്ന് തോന്നുന്നു. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. അതിനകത്ത് ഇപ്പോഴും ലൈവാണ് അത്. പക്ഷേ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അകത്ത് എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ഒരുപാട് സ്കൾപ്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കെട്ടിടങ്ങൾ ഈ പ്രദേശത്തുണ്ട്. ശരിക്കും ദ്രാവിഡിയൻ ആർക്കിടെക്ചറിൻ്റെ ഒരു മാർവലാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നത്. അത് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോകുന്നതിനുള്ള മറ്റൊരു ഗോപുരമാണ്. ഇത് പുറത്തേക്കുള്ള ഗോപുരങ്ങൾ. ഇത് ഈ കെട്ടിടങ്ങൾക്കൊക്കെ ഇടയിൽ ഒരുപാട് ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. ഇതാണ് പുതുമണ്ഡപം. ഈ മണ്ഡപത്തിനകത്ത് മാർക്കറ്റും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെയുണ്ട്. ഇത് ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന മറ്റൊരു ചെറിയ ഗോപുരമാണ്. ഇതാ ഒരുപാട് ഇതളുകളുള്ള പൂക്കൾ. ക്ഷേത്രത്തിൻ്റെ തിരക്കിനുള്ള സമയമായി വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 3:30-4 മണിയോട് കൂടിയാണ് ഇവിടെ വന്നത്. വളക്കച്ചവടങ്ങൾ, എല്ലാ കച്ചവടങ്ങളും ഒക്കെ ഇവിടെയുണ്ട്.
വളരെ രസമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലൂടെ നടക്കാൻ. പ്രത്യേകിച്ച് ഇന്ന് എന്തോ വിനായക ചതുർത്ഥി ആയതുകൊണ്ടാകും തിരക്കുറവാണ്. ഇത് കണ്ടോ, ഇത് തെങ്ങിൻ്റെ കൂമ്പാണ്. അത് ഭക്ഷണമായിട്ട് ഇവിടെ വയ്ക്കുന്നു. ഞങ്ങളൊരു പ്ലേറ്റ് വാങ്ങി, ഒരു പ്ലേറ്റിന് 30 രൂപയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. തെങ്ങിൻ്റെ കൂമ്പാണ്. ഇതെങ്ങനെയാണോ ഇവർ ഉണ്ടാക്കുന്ന അറിയാൻ വളരെ സോഫ്റ്റായിട്ട് കട്ട് ചെയ്ത് ഉള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് തെപ്പക്കുളത്തേക്കാണ്. ഈ ചിത്തിര ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ആഘോഷം നടക്കുന്ന ഒരു സ്ഥലമാണ് തെപ്പക്കുളം എന്ന് പറയുന്നത്. തെപ്പക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളക്കുകൾ ചെറിയ ബോട്ടുകളിലാക്കി ഒഴുക്കുന്ന ഒരു സ്ഥലമാണ് തെപ്പക്കുളം എന്ന് പറയുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. നോക്കൂ, ഇതൊക്കെ എന്ത് പുരാതനമായ കെട്ടിടങ്ങളാണെന്ന് നോക്കിയാൽ ഈ സൈഡിലൊക്കെ കാണുന്നത്. വളരെ പഴക്കമുള്ള കെട്ടിടം. അതിനകത്തെല്ലാം മാർക്കറ്റും അതിൻ്റെ സൈഡിലൊക്കെ മാർക്കറ്റ്, കച്ചവട സ്ഥാപനങ്ങളാണ്. എത്ര കല്ലുകൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളാണ്. ഏതാണ് ഈ കെട്ടിടമെന്ന് നമുക്കറിയില്ല. തെപ്പക്കുളത്തേക്ക് മധുര ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 4 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളൊരു ഓട്ടോ എടുത്താണ് പോകുന്നത്. അത് ഭയങ്കരമായ തിരക്കുള്ള ഒരു റോഡാണ് തെപ്പക്കുളത്തേക്കുള്ള റോഡ്. നമുക്ക് വഴിയിലൊക്കെ ഇതുപോലെയുള്ള കല്ലുകൊണ്ടുള്ള കെട്ടിടങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ തെപ്പക്കുളത്തെത്തി. തെപ്പക്കുളം എന്ന് പറയുന്നത് ഒരു മാൻമെയ്ഡ്, മനുഷ്യനുണ്ടാക്കിയ ഒരു കുളമാണ്. ഏതാണ്ട് 16 ഏക്കറിലാണ് ഈ കുളം ഇരിക്കുന്നത്. ഇതിൻ്റെ നടുക്ക് ഒരു ഗണപതി ക്ഷേത്രമുണ്ട്. വൈകുന്നേരങ്ങളായിക്കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ആൾക്കാരാണ് വന്ന് വിശ്രമിക്കുന്നത്, ആഘോഷത്തിൽ പങ്കെടുക്കും. ചുറ്റുവട്ടം മുഴുവൻ ഈ ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. ഒരു പാർക്കിൽ വന്നിരിക്കുന്നത് പോലെയാണ് ഈ ക്ഷേത്രത്തിൽ ഈ ഇതിന് ചുറ്റും ആൾക്കാർ ഇരിക്കുന്നത്. നല്ല രസമാണ്. വൈകുന്നേരങ്ങളിൽ നല്ല രസമാണ്. ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇവിടുന്ന് ഒരു ബോട്ട് സർവീസാണ് ഉള്ളത് കേട്ടോ. അതിപ്പം വൈകുന്നേരം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇന്ന് വൈകുന്നേരം ബോട്ട് കടത്തുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. വണ്ടിയൂർ മാരിയമ്മൻ തെപ്പക്കുളം എന്നാണ് ഈ തെപ്പക്കുളത്തിൻ്റെ പേര്. ഏതാണ്ട് തമിഴ്നാട്ടിലെ ഏതാണ്ട് എല്ലാ വലിയ ക്ഷേത്രങ്ങൾക്കും തെപ്പക്കുളം ഉണ്ടാവും. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചിത്തിര ആഘോഷത്തിന് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ആൾക്കാർ കൂടുകയും ഇത് ആഘോഷമൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും കൂടെ നോക്കും ഇവിടുത്തെ തിരക്കുകൾ. ഈ കാണുന്നതാണ് ക്ഷേത്രം. ഈ കുളത്തിന് നടുവിലാണ് ഈ ക്ഷേത്രമുള്ളത്. മനുഷ്യനിർമ്മിതമായ കുളമാണിത്. ഇതിനകത്ത് 16 ഏക്കർ വിസ്താരമുണ്ട്. ഞങ്ങൾ നടന്നു നോക്കിയിട്ടുണ്ട്. 1 കിലോമീറ്റർ ചുറ്റളവ് ഇതിന് വരുന്നുണ്ട്. ഇച്ചിരി പുഴുങ്ങിയ കടലയൊക്കെ മേടിച്ച് ചുറ്റും നമ്മൾ നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കോളേജാണ് ഈ കാണുന്നത്. ആകാശത്തിൻ്റെ ഭംഗിയൊന്ന് നോക്കി. ഇന്ന് ആംബിയൻസാണ്. മഴക്കാറും ചുവന്ന ആകാശവും താഴെ പച്ച വെള്ളവും ഒക്കെ ആയിട്ട് ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു ആംബിയൻസ്. സമയം പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അറിയില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. ഒന്ന് തിരക്ക്. പിന്നെ ആകെയുള്ള ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദമുഖരിതമാണ്. ഈ കാണുന്ന ഈ ബോട്ടുകൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള കടത്തായിട്ട് ഉപയോഗിക്കുന്ന ആ ബോട്ടുകളാണ്. ഉച്ചനേരം ഞങ്ങളവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് വാചകമൊക്കെ അടിച്ച് കടലയൊക്കെ തിന്ന് ബസ്സിൽ പോയാലോ എന്ന് ആലോചിച്ചു. പക്ഷേ ബസ്സിനേക്കാളും എളുപ്പം ഓട്ടോ ആണെന്നുള്ള ഒരു സങ്കല്പത്തിൽ ഇവിടെ ഈ ധാരാളം കല്യാണങ്ങളുള്ള ഒരു ദിവസമായിരുന്നു അന്ന് എന്നാണ് തോന്നുന്നത്. എല്ലാ സ്ഥലത്തും രാത്രിയിൽ കല്യാണാഘോഷങ്ങളൊക്കെയാണ്. ക്ഷേത്ര ഗോപുരമൊന്ന് സൂം ചെയ്ത് നോക്കാമെന്ന് നോക്കിയതാണ്. പക്ഷേ ഭയങ്കര ഗെയിംസും നോയ്സും ഒക്കെയാണ്. ഇവിടെ ഒരു പടയാളികളുടെയൊക്കെ പ്രതിമ, കുതിരപ്പടയാളികളുടെ പ്രതിമയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്.
വീണ്ടും ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങളുടെ താമസ സ്ഥലം ലക്ഷ്യമാക്കി നോക്കി. ഇനി വൈകുന്നേരത്തെ അത്താഴം കഴിക്കണം, റൂമിൽ പോകണം, വിശ്രമിക്കണം. അതിരാവിലെ നമ്മൾക്ക് ധനുഷ്കോടിയിലേക്ക് പോകണം. അപ്പോൾ വഴിനീളെ ഗണേശോത്സവത്തിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഈ 5 കിലോമീറ്റർ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഓട്ടോക്കാരൻ്റെ ക്ഷമ നശിച്ചിരുന്നു. നിന്നാണ് ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പരിസരത്തെത്തിയത്. ഹോട്ടലിൽ പോയി റൂമിൽ പോയി 2 മിനിറ്റ് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. MP ഹോട്ടൽ എന്നാണ് ഞങ്ങൾ താമസിച്ച ആ ഹോട്ടലിൻ്റെ പേര്. വലിയ തെറ്റില്ലാത്ത റൂമാണ്, വിശാലമായ റൂമൊക്കെ ആയിരുന്നു. ഇവിടുത്തെ 2 വീലേഴ്സിൻ്റെ ആയാലും ആരുടെ ആയാലും ഡ്രൈവിങ് അസാധ്യമാണ്. നമ്മളെക്കൊണ്ട് സാധിക്കില്ല ഇതിലൂടെയൊക്കെ ഓടിക്കാനായിട്ട്. വണ്ടിയിൽ പോറലില്ലാതെ തിരിച്ചെത്തിയാൽ ഒരു ഭാഗ്യം എന്ന് തന്നെ കരുതേണ്ടി വരും. അതുപോലെയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു വാഹനം ഹയർ ചെയ്യുന്നത്. ഏറ്റവും എളുപ്പമുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഓട്ടോയാണ്. കാരണം ചുറ്റുപാടും കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. തൊട്ടടുത്ത് ഒരു അണ്ണാച്ചി അമ്മച്ചി ഉണ്ടായിരുന്നു. അവരോട് കുറച്ച് പഴമൊക്കെ ഞങ്ങൾ മേടിച്ച് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വന്ന് അടുത്ത ഒരു തട്ടുകട കഴിക്കാം, തമിഴ്നാട്ടിലെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ നമ്മൾ ഒരു തട്ടുകടയിലേക്ക് പോയി. സുരേന്ദ്രൻ സാറ് ദോശ കിട്ടാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതിന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലെത്തി. അങ്ങനെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ആയിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ബാപ്പാം ലെറ്റ്സ് ഗോ ധനുഷ്കോടിയുടെ അടുത്ത ഭാഗവുമായിട്ട് Day 2 കാഴ്ചകളുമായിട്ട് ഉടനെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.